നമ്മുടെ വേരുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സുറിയാനി കുർബാനയും സുറിയാനി ആരാധനക്രമവും ഒക്കെ നമ്മൾ കാര്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തികച്ചും ഭാരതീയ ഭാഷകൾ ഉപയോഗിച്ചുള്ള ഭാരതീയ അനുഷ്ഠാന രീതികൾ ഉപയോഗിച്ചുള്ള ഒരു ആരാധനക്രമവും ആരാധനാ രീതിയും ആരാധനാ ഭാഷയുമൊക്കെ ഇവിടെ നിലനിന്നിരുന്നു എന്നതിനുള്ള വ്യക്തമായ രേഖാമൂലമായ ഒരു തെളിവാണ് ഈ പാപ്പിറസ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി പൊതുവെ പറയുക സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ്. എല്ലാ സഭകളും സീറോ മലബാർ, സീറോ മലങ്കര, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ്, മാർത്തോമ, കൽദായ എല്ലാവരെയും പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ്. എന്നാൽ സിറിയക്കാരുടെ ഒരു പിൻതലമുറക്കാരായതുകൊണ്ടല്ല നമ്മളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പ്രത്യുത നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ്, ആരാധനക്രമ ഭാഷയും ആരാധനക്രമ അനുഷ്ഠാനങ്ങളും സുറിയാനി രീതിയിലായതുകൊണ്ടാണ് നമ്മളെ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സുറിയാനി രീതി നമ്മളുടെ കേരളത്തിൽ നടപ്പാകുന്നത് മിക്കവാറും 4-ാം നൂറ്റാണ്ടും മുതലാകാനാണ് വഴി. കാരണം അപ്പോഴാണ് കാനാത്തമ്മയും ഒരു മെത്രാനും അച്ചന്മാരും ഒക്കെ കേരളത്തിൽ വന്നത്. 345 എന്ന് തോന്നുന്നു. അപ്പോൾ അന്നു മുതലാണ് സാവകാശത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ രീതികൾ, സുറിയാനി രീതികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും അങ്ങനെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും. പക്ഷേ നമ്മുടെ പല ചരിത്രകാരന്മാർക്കും ഞാൻ ഉൾപ്പെടെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഈ സമയത്തിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ആരാധനാ രീതികൾ, ഭാഷകൾ ഒക്കെ തനി ഭാരതീയമായ ഒരു ഭാഷയും അനുഷ്ഠാനങ്ങളുമായിരിക്കാനാണ് സാധ്യത എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു, ഒരു ഊഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഊഹം മാത്രമായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളോ ഉദാഹരണങ്ങളോ രേഖകളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് 1984 മറ്റോ ഓക്സിറിംഗസ് എന്ന സ്ഥലത്ത് നിന്ന്, ഈ ഓക്സിറിംഗസ് എന്ന ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി അലക്സാണ്ട്രിയയിൽ നിന്ന് ഏതാണ്ട് ഒരു 190 മൈല് നീങ്ങി നൈൽ നദിയുടെ തീരത്താണ്. അവിടെ കുഴിച്ചെടുത്തപ്പോൾ ആയിരക്കണക്കിന് പാപ്പിറസ് തുണ്ട്, പപ്പായറസ് എന്നാണ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, പാപ്പിറസ് തുണ്ടുകൾ കണ്ടെത്തി. ആ തുണ്ടുകളിൽ ഒരെണ്ണം, ഇതെല്ലാം കുറേശ്ശെയായിട്ട് സ്കോളേഴ്സ് ഇങ്ങനെ എന്താ പറയുക ഡിസൈഫർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഒരു ഗ്രീക്ക് നാടകമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ മൈം, MIME, മൈം, അല്ലെങ്കിൽ ബർലസ്ക് എന്നാണ് ചിലപ്പോൾ പറയുന്നത്. അതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ പേരുള്ള ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നാടകത്തിന് കരീത്തിയോൻ നാടകം എന്നാണ് പറയുന്നത്. ഈ കരീത്തിയോൻ ഗ്രീക്ക് നാടകം എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ നായികയുടെ പേര് കരീത്തിയോൻ എന്നാണ്. ആ പേര് തന്നെ ആ നാടകത്തിന് ഇപ്പോൾ പറഞ്ഞു പോരുന്നു.
അപ്പോൾ ഈ നാടകത്തിൽ അതിൻ്റെ കഥ പെട്ടെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ, ഗ്രീക്കുകാരായ ഒരു ഫാമിലിയും പ്രത്യേകിച്ചും ഒരു സഹോദരനും ഒരു സഹോദരിയും, ഒരു പക്ഷെ അവർ പ്രഭു കുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം, അവരും അവരുടെ കപ്പിത്താനും അവരുടെ ഒരു ക്ലൗണും അങ്ങനെ കുറച്ച് പേര് കപ്പലിൽ നമ്മുടെ മുസീരിസിലേക്ക്, മുസീരിസ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കൊടുങ്ങല്ലൂർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മുസീരിസ് മിക്കവാറും കൊടുങ്ങല്ലൂരിനും പറവൂരിനും ഇടയിലുള്ള പ്രദേശം മുഴുവനുമായിരിക്കാം. ഇപ്പം അതിൻ്റെ ഇടയിലാണ് പട്ടണം കണ്ടെത്തിയിട്ടുള്ളത്, മുസീരിസാണ് എന്ന് പറഞ്ഞിട്ട് പട്ടണം. അപ്പോൾ അവിടേക്ക് ഈ ഫാമിലി വന്നു. പക്ഷെ വരുന്ന വഴിക്ക് അവർക്കൊരു കപ്പൽ അപകടമുണ്ടായി. ആ കപ്പൽ അങ്ങനെ പാറയിൽ മുട്ടിയിട്ടോ മറ്റോ പൊളിഞ്ഞു. അപ്പോൾ ഇവർ ഒരു നിലയ്ക്ക് കരയിൽ കയറി രക്ഷപ്പെട്ട് ഇപ്പം മുസീരിസിൽ അല്ലെങ്കിൽ മുസീരിസ് അടുത്തുള്ള മലകര എന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നും കഴിയുന്നതും വേഗം കപ്പലിൽ കയറി സ്വന്തം നാട്ടിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ്. ഈ കപ്പലുകൾ ഈ 1-ാം നൂറ്റാണ്ടിൽ ഈ കപ്പലുകൾ മുസീരിസിൽ എത്തില്ല. കാരണം മുസീരിസ് പെരിയാർ നദിയുടെ തീരത്താണ്, അത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ കപ്പലുകൾക്ക് അതിലേ വരാൻ പറ്റില്ല. മാത്രമല്ല പെരിയാറിൻ്റെ പേര് ചൂർണി എന്നാണ്. ചൂർണി എന്ന് പറഞ്ഞാൽ നിറച്ച് മഡാണ്, അതിൽ കൂടെ കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കപ്പലുകളൊക്കെ കടലിൽ തന്നെ നങ്കൂരമിട്ട് നിൽക്കും. എന്നിട്ട് തോണികളിലാണ് ആളുകളും കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നിൽക്കുന്നത് മാലിയങ്കര എന്നുള്ളത് മുസീരിസ് അടുത്തൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് കടലിൽ പോയി അവരുടെ കപ്പലിൽ കയറി വേണം പോകാനായിട്ട്. ഈ കപ്പൽ ഇപ്പോൾ റിപ്പയർ, ഈ കഥ തുടങ്ങുമ്പോൾ, നാടകം തുടങ്ങുമ്പോൾ ഈ കപ്പൽ ഒക്കെ റിപ്പയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കരീത്തിയൻ്റെ സഹോദരൻ വന്നിട്ട് കരീത്തിയനെ വിളിച്ചിട്ട് പറയാണ്, നമുക്ക് വേഗം റെഡിയാവാം, നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ വേഗം രക്ഷപ്പെടാം എന്ന് പറയുന്നതിൻ്റെ കാരണം കരീത്തിയോൻ അവിടെ ഉള്ള തേർമന എന്ന് പറയുന്ന പള്ളി, തേർമനയിലാണ് അഭയം കിട്ടിയിരുന്നത്. അവിടെയാണ് അവൾ താമസിക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു കൊർബോൺ എന്ന ഗ്രീക്ക് പദമാണ് കൊർബോൺ അഥവാ കുർബാന നടക്കാൻ പോവുകയാണ്. അപ്പോൾ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസ് എന്നാണ്, അപ്പോൾ ബലി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരുടെ പേടി ഈ സാക്രിഫൈസ് തുടങ്ങുമ്പോൾ ഈ കരീത്തിയോനെ ഒരു പക്ഷേ അവിടെ ബലിയാക്കും, അല്ലെങ്കിൽ കൊന്ന് അവരുടെ ദൈവങ്ങൾക്ക് കാഴ്ചവെക്കും എന്നൊരു പേടിയാണ് ഇവർക്ക്, ഈ ഗ്രീക്കുകാർക്കുള്ളത്. അതുകൊണ്ട് അവർ പറയാണ് കരീത്തിയനോട്, നീ വേഗം വാ, നമുക്ക് വേഗം പോയിട്ട് ഈ കപ്പലിൽ കയറി രക്ഷപ്പെടാം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് സ്ത്രീകൾ, നാട്ടുകാരായ സ്ത്രീകൾ, ക്രിസ്ത്യാനികൾ വരികയാണ്. അവരൊക്കെ അമ്പും വില്ലും ധരിച്ചിട്ടാണ് വരുന്നത്. കാരണം പണ്ട് കാലത്ത് ആളുകൾക്ക് കാടക്കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആയുധധാരികളായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീകൾ അമ്പും വില്ലുമായിട്ടാണ്. ഇത് കാണുമ്പോൾ ഈ ക്ലൗൺ, ഇതിലൊരു ക്ലൗൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ സംസ്കൃത നാടകങ്ങളൊക്കെ ഒരു വിദൂഷകൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ലൗണുണ്ട്. ഈ ക്ലൗൺ പറയാണ്, അയ്യോ ഇവർ വരുന്നുണ്ട്, ഇവർ നമ്മളെ നശിപ്പിക്കും, നമുക്ക് പോകാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഇവർ വരുമ്പോൾ കുർബാനയുടെ നേരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ നദിയിലേക്ക്, അതിൻ്റെ കരക്കലാണല്ലോ, അതായത് നമ്മുടെ പെരിയാർ,
പെരിയാറിലേക്ക് ഇറങ്ങി അവരൊക്കെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി അബ്ലൂഷൻസ് നടത്തി കയറി വരികയാണ്. അപ്പോൾ അവർ താമരപ്പൂക്കളും താമര ഇലകളും കൊണ്ടാണ് വരുന്നത്. കാരണം താമരയാണ് അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. താമര ഇലയിലാണ് ഈ കുർബാന സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ അവിടെ കാഴ്ചവെക്കുന്നത്. അവരെ ഈ കരീത്യനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവരെ ഒക്കെ ഒന്ന് ബോധം കെടുത്തിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ആക്രമിക്കും, കൊന്നുകളയും എന്നാണ് ഇവരുടെ വിചാരം. ഇത് കുർബാനയാണ്, അത് ബലി എന്ന് പറഞ്ഞാൽ പിന്നെ ആളെ കൊല്ലലൊന്നുമില്ല. പക്ഷെ അവർക്കത് അറിയാത്തത് കൊണ്ട് അവർ വിചാരിക്കുന്നത് ഇവരെ കൊല്ലും എന്നാണ്. അതുകൊണ്ട് ഈ കരീത്തിയോൻ്റെ സഹോദരൻ പറയാണ്, അവർ ഇപ്പോൾ വെള്ളം ചേർത്ത വീഞ്ഞാണ് കുടിക്കുന്നത് ഈ കുർബാനയുടെ ഭാഗമായിട്ട്. ആ വെള്ളം ചേർത്ത വീഞ്ഞ് കുടിക്കുന്നതിന് മുമ്പ് അതിൽ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൻ ഒഴിക്ക് നീ എന്ന് ക്ലൗണിനോട് പറയാണ്. അപ്പോൾ അത് കുടിക്കുമ്പോൾ അവരൊക്കെ ബോധം കെട്ട പോലെ അവർ കെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുകയാണ്. അപ്പോൾ കുർബാന തുടങ്ങുകയാണ്. ആ കുർബാന ചൊല്ലുന്നത് ബസീലിയോസ് എന്നാണ്, അതായത് കിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യകാലത്തും അടുത്ത കാലം വരെ ഈ ക്രിസ്ത്യാനികളുടെ, കേരള ക്രിസ്ത്യാനികളുടെ, നസ്രാണികളുടെ മെത്രാന്മാരെ രാജാവിൻ്റെ അധികാരങ്ങളുള്ള ഒരു അന്തസ്സുള്ള ആളായിട്ടാണ് കരുതിയിരുന്നത്. ഇപ്പം ഇവിടെ തന്നെ ഇവിടെ തന്നെ മെഡ്ലിക്കോട്ട് മെത്രാൻ വരുമ്പോഴൊക്കെ ഇരട്ടക്കുതിര വണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. അത് രാജാവിന് മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അങ്ങനെയാണ്. അതുപോലെ രാജാവിൻ്റെ സ്റ്റാറ്റസാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബസീലിയോസ് കുർബാന ചൊല്ലുകയാണ്, ഇവരതിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ചേർത്ത വീഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. കാരണം കർത്താവ് ജീസസ് പണ്ട് കുർബാന സ്ഥാപിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇവിടെയും കുർബാന ചൊല്ലുന്നത്. അപ്പോൾ ഈ കുർബാന തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ കുർബാനയിലെ ആരാധനക്രമത്തിലും അനുഷ്ഠാനങ്ങളിലും ഈ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഭാഷയിലും തികച്ചും ഒരു ഭാരതീയ രീതിയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുമ്പ് വിചാരിച്ചിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ഭാരതീയമായ ഒരു കുർബാനക്രമവും ഭാഷയുമായിരുന്നിരിക്കാം എന്ന്. അതിനുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ഈ ഓക്സിറിംഗസ് 413 എന്ന് പറയുന്ന ഗ്രീക്ക് നാടക പാപ്പിറസ് നമുക്ക് നൽകുന്നത്. അതിൽ ഈ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഈ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ 57% സംസ്കൃത പദങ്ങളാണ്. 57% സംസ്കൃത പദങ്ങളാണ്. പിന്നെ 1/5, അതായത് 20% ഗ്രീക്ക് പദങ്ങളാണ്. പിന്നെ 15% നല്ല മലയാള പദങ്ങളാണ്. 8% ഈശോയുടെ ഭാഷയായിരുന്ന അറമൈക്കാണ്. ഇങ്ങനെയാണ് 100% വാക്കുകൾ ഇതിൽ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും ഭാരതീയമായ, അതായത് 57% സംസ്കൃത പദങ്ങളും 15% മലയാള പദങ്ങളെന്ന് പറയുമ്പോൾ തന്നെ 57, 67, 72% ഇവിടുത്തെ ഭാഷയിലുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അറമൈക്ക് അത് കുറച്ചേ ഉള്ളൂ, ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം, 8% മാത്രം അറമൈക്ക് പദങ്ങളുണ്ട്. അറമൈക്ക് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊക്കെ മിക്കവാറും പേരുകളാണ്. ഉദാഹരണത്തിന് ഈശോ, അതുപോലെ തന്നെ എന്താ പറയുക, മാർത്ത് മറിയം,
തൂമ എന്ന് പറഞ്ഞാൽ തോമ. ഇങ്ങനെയുള്ള പദങ്ങളാണ് അധികം ഇപ്പോൾ അറമൈക്ക് പദങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ പദങ്ങളൊക്കെ അറമൈക്ക് വാക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീസിൽ ഈ വാക്കുകൾ ഉണ്ടെങ്കിലും ഗ്രീക്കിലുണ്ടെങ്കിലും ഇതിൽ ഒറിജിനൽ അറമൈക്ക് പദങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് അറമൈക്ക്. പിന്നെ ഗ്രീക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് യവനരുമായിട്ട് ഗ്രീക്കുകാരും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യരുമായിട്ട് അടുത്ത ബന്ധമാണ് നമുക്കുണ്ടായിരുന്നത് കേരളത്തിൽ. കാരണം സ്ട്രാബോ പറയുന്നത് കൊല്ലം തോറും 120 കപ്പലുകൾ ഇവിടേക്ക് ഈജിപ്തിൽ നിന്ന് വരികയും സാധനങ്ങൾ കയറ്റി പോവുകയും ചെയ്തിരുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ വേറൊരു പേപ്പർസ് ഉണ്ട്, അതായത് മുസീറീസ് വിയന്ന പേപ്പേഴ്സ്. അതിൽ പറയുന്നത് അതിൽ ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോയിരുന്ന കപ്പലിന് ചിലപ്പോൾ 600-700 കേവ് ഭാരം ഉണ്ടായിരുന്നു. അതായത് 600 ടൺ സാധനം കയറ്റിക്കൊണ്ട് പോകാം. അങ്ങനെ കേരളത്തിൽ നിന്ന് ധാരാളം സാധനങ്ങൾ, പ്രധാനമായും കുരുമുളക്, ആനക്കൊമ്പ്, മാലപത്രം, ആനക്കൊമ്പ് മുഴുവൻ ആനക്കൊമ്പും പിന്നെ ആനക്കൊമ്പിൻ്റെ തുണ്ടുകളും. കാരണം എല്ലാ കൊല്ലവും ആനകളെ ഇങ്ങനെ കൊമ്പ് ഒന്ന് മൂർച്ച വെപ്പിക്കും. അപ്പോൾ കുറേ കഷ്ണങ്ങൾ ആനക്കൊമ്പിൻ്റെ കിട്ടും. അതാണ് ഷിണ്ടായി എന്നാണ് അതിന് അവർ പറയുന്നത്. അന്ന് ചേര രാജാവിന് 500 ആനകളുണ്ടായിരുന്നു എന്നാണ് പറയണത്. പാണ്ഡ്യരാജാവിന് 2000 ആനയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആനയുണ്ട്. അപ്പോൾ ആനക്കൊമ്പുകൾ ഇതൊക്കെയാണ് കയറ്റി അയച്ചിരുന്ന. പിന്നെ നമ്മുടെ ആമത്തോല്, ടോർട്ടോയ്സ് ഷെൽസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കയറ്റി അടിച്ചിരുന്നത്. ഇത് ഈ ഒരു കപ്പൽ ഹെർമോപോളൻ എന്നൊരു കപ്പലിൻ്റെ കാര്യമാണ് ആ പാപ്പിറസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 600 ചില്ലാനം ടൺ ഈ സാധനങ്ങൾ കയറ്റിപ്പോയിരുന്നു. അതിന് കോടിക്കണക്കിന് രൂപ വിലയുണ്ടായിരുന്നു. അത്രയും സാധനങ്ങളാണ് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയിരുന്നത്. ഏതാണ്ട് 130 സ്വർണ്ണ ടാലൻ്റാണ് അതിൻ്റെ വിലയായിട്ട് കണക്കാക്കിയിരുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു 2000-3000 കോടി രൂപ വരും. അങ്ങനെയാണ്. മലയാളം ശ്രേഷ്ഠ ഭാഷയാക്കാനായിട്ട് ഒരു ഇത് വന്നു. ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷയാണ്. ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നത്, മലയാളത്തിന് ഒരു 400 കൊല്ലത്തെ പഴക്കേ ഇന്നത്തെ നിലയ്ക്ക് ഉള്ളൂ, അതിന് മുമ്പില്ല. തമിഴിന് പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഈ പേപ്പേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്, കണ്ടത് അല്ല, അതിലെഴുതിയിട്ടുള്ളത് ഒരു 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ആ സമയത്തും മലയാള വാക്കുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പേപ്പേഴ്സ്. അപ്പോൾ മലയാളത്തിന് എന്താ പഴക്കമുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും 1-ാം നൂറ്റാണ്ടിൽ തന്നെ മലയാള പദങ്ങൾ അത് പൂർണ്ണമായിട്ടും മലയാളമായിട്ട് ഉപയോഗിച്ചിരുന്നോ, തമിഴുമായിട്ടും മിക്സായിട്ട് ഉപയോഗിച്ചിരുന്നോ, അതോ വാമൊഴി മാത്രമാണോ, എഴുത്തുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15% വാക്കുകൾ തനി മലയാളം വാക്കുകളാണ്. അകലെ, അകറ്റുക, നിൽക്കുക, അങ്ങനെയുള്ള ധാരാളം പദങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിൻ്റെ പഴക്കത്തിൻ്റെയും ഭാഷയുടെ പഴക്കത്തിൻ്റെയും ഒരു തെളിവ് കൂടിയാണ് ഈ പേപ്പറസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 1887 മറ്റോ ഇത് കണ്ടെടുത്ത് കുറേ എണ്ണം, ഈ കുറേ പേപ്പറസ് ഒന്നിച്ചാണ്. ഞാൻ പറഞ്ഞു ഓക്സിറങ്കസ് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ്. അത് അലക്സാണ്ട്രിയയിൽ നിന്ന് നൈൽ തീരത്തൂടെ ഒരു 200 നാഴിക അകലെയാണ്. അവിടെ ഇത് കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് ഇതിൽ പലതും സൂക്ഷിച്ചിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹാമോലിയൻ എന്ന് പറയുന്ന ലൈബ്രറിയിലാണ്. മ്യൂസിയം കം ലൈബ്രറി.
അവിടെയാണ് ഈ നമ്മുടെ ഈ പേപ്പർസ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ഇത് നോക്കുകയും അതിൻ്റെ അർത്ഥം പറയാൻ നോക്കുകയും തർജ്ജമ ചെയ്യുകയും ചെയ്തു. 1903 എൻ്റെ ഒരു ഓർമ്മ. ഒരു ഇതിൽ കുറേ പേപ്പർസുകളുടെ തർജ്ജമ ഒരു പുസ്തകമായിട്ട് വന്നു. അതിൽ ഉള്ള കാര്യങ്ങൾ വായിച്ചിട്ടാണ് ആദ്യകാലത്ത് പണ്ഡിതന്മാർ ഇത് വിലയിരുത്തിയിരുന്നത്. അപ്പോഴാണ് അതിൽ കുറേ, അത് ഗ്രീക്ക് നാടകമാണ്, പക്ഷെ കുറേ വാക്കുകളുണ്ട്, അത് ഇന്ത്യൻ ഭാഷയിലായിരിക്കാം എന്നൊക്കെ ഒരു നിഗമനം വന്നു. മാത്രമല്ല ആദ്യകാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ഇതൊരു കോമഡിയാണല്ലോ. അപ്പം കോമഡിയിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കലപില വർത്താനമാണ്, ഒരു ഞഞ്ഞമ്മിഞ്ഞ വർത്താനമാണ്, അല്ലാണ്ട് ഇതൊരു ഭാഷയൊന്നുമല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഇത് ദ്രാവിഡ ഭാഷകളിൽ നിന്നുള്ള ഒരു ഛായയുണ്ട്, അതുകൊണ്ട് അതാവാം. ആദ്യം തീരുമാനിച്ചത് കന്നഡയിൽ നിന്നായിരിക്കും എന്നാണ്. പിന്നെ തുളു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 10-20 കൊല്ലം മുമ്പ് തട്ടുങ്കൽ സ്കറിയ മാണി എന്ന മലയാളി, അദ്ദേഹത്തിന് പുറത്താണ് ജോലിയൊക്കെ ഉണ്ടായിരുന്നത്, അദ്ദേഹം ഒരു 16 കൊല്ലം ഇതിൽ ഗവേഷണം നടത്തി ഈ വാക്കുകളൊക്കെ തിരിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 57% സംസ്കൃത പദങ്ങളും പിന്നെ 20% ഗ്രീക്ക് പദങ്ങളും 15% മലയാള പദങ്ങളും 8% അറമൈക് പദങ്ങളുമൊക്കെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു കാര്യം, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഈ യാത്രകളുടെ കാരണമായിട്ട് ഈ ഗ്രീക്ക് ഇവിടെ ആളുകൾക്കറിയാം, ഒരു ഭാഷ വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട്. ഗ്രീക്ക് ഇവിടെ അറിയാമായിരുന്നു, അറമൈക്കും കുറേ അറിയാമായിരുന്നു. ഒരു പക്ഷേ തോമസ് ലീയ തന്നെ അത് ഇവിടെ വന്നപ്പോൾ അത് പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഈശോയുടെ ഭാഷയാണ്, അതായത് അവിടെ സംസാരിച്ചിരുന്ന ഭാഷയാണ്. തോമയും സംസാരിച്ചിരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഭാഷ ഒക്കെ ഇവിടെ അറിയാം. മാത്രമല്ല ഇതിൽ 57% സംസ്കൃത പദങ്ങളാണെന്ന് പറയുമ്പോൾ 2 കാര്യം നമുക്കറിയാം. ഒന്നാമതായിട്ട് ഇത് തികച്ചും ഭാരതീയമായ ഒരു കുർബാനയാണ്. മാത്രവുമല്ല നസ്രാണികളുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. ആദ്യകാലത്ത് തോമാസ് ലീയ ഇവിടെ വന്ന് നമ്പൂതിരിമാരെ, ബ്രാഹ്മണരെയാണ് മാർഗത്തിൽ ചേർത്തതെന്നാണ്. അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇവരുടെ ആരാധനക്രമത്തിലെ 57% വാക്കുകളും സംസ്കൃതമാണ് എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തികച്ചും ഭാരതീയമായ ഒരു ആരാധനാ ഭാഷയും ആരാധന രീതിയുമാണ് ഇവിടെ നിലനിന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഓക്സിറിംഗസ് 413 എന്ന ഈ പാപ്പിറസ്. ഇവരുടെ ആരാധനക്രമത്തിലെ 57% വാക്കുകളും സംസ്കൃതമാണ് എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തികച്ചും ഭാരതീയമായ ഒരു ആരാധനാ ഭാഷയും ആരാധന രീതിയുമാണ് ഇവിടെ നിലനിന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഓക്സിറിംഗസ് 413 എന്ന ഈ പാപ്പിറസ്. അതുമാത്രമല്ല ഈ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസികളൊക്കെ ഈ പുഴയിലിറങ്ങി കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ടാണ് വരുന്നത്. അതൊരു ഇന്ത്യൻ ആചാരമാണ്, ബ്രാഹ്മണ ആചാരമാണെന്ന് നമുക്കറിയാം. അവർ കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ താമരകളും താമര ഇലകളുമാണ്. ഇതുകൂടി ഈ കുർബാനയുടെ ഭാഗമാണ്. അതായത് കാഴ്ച സമർപ്പിക്കാൻ താമര ഇലയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാം. അപ്പോൾ തികച്ചും ഭാരതീയമായ ഭാഷകളും ആരാധനാ രീതികളും അനുഷ്ഠാനങ്ങളും ഉള്ളതായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ കുർബാന എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ
നമ്മൾ നമ്മുടെ വേരുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സുറിയാനി കുർബാനയും സുറിയാനി ആരാധനക്രമവും ഒക്കെ നമ്മൾ കാര്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തികച്ചും ഭാരതീയ ഭാഷകൾ ഉപയോഗിച്ചുള്ള ഭാരതീയ അനുഷ്ഠാന രീതികൾ ഉപയോഗിച്ചുള്ള ഒരു ആരാധനക്രമവും ആരാധനാ രീതിയും ആരാധനാ ഭാഷയുമൊക്കെ ഇവിടെ നിലനിന്നിരുന്നു എന്നതിനുള്ള വ്യക്തമായ രേഖാമൂലമായ ഒരു തെളിവാണ് ഈ പാപ്പിറസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രേഖയാണ്. ഇത് നമ്മൾ പഠന വിഷയമാക്കേണ്ട ഒരു രേഖയാണ്. അതിൽ തെറ്റോ ശരിയോ ഉണ്ടാവാം, നമ്മുടെ നിഗമനങ്ങളെല്ലാം ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ട ഒരു രേഖയാണ് ഈ ഓക്സിറിംഗസ് 413 ഗ്രീക്ക് നാടക പാപ്പിറസ്. അതുകൊണ്ട് ഞാൻ പറയുക, നമ്മുടെ സെമിനാരികളിൽ ഒക്കെ ലിറ്ററേച്ചർ പഠിപ്പിക്കുകയും ഒക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടി നടത്തണം എന്ന് ഞാൻ പറയും. അതുപോലെ നമ്മുടെ വേദോപദേശ ക്ലാസ്സുകളിൽ, കാറ്റക്കിസം ക്ലാസ്സുകളിൽ ഇത് കാണിച്ചു കൊടുത്ത് അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ശരിയായ വേരുകൾ, 1-ാം നൂറ്റാണ്ട് വരെ ചെല്ലുന്ന വേരുകൾ, തോമാസ് ലീഹ ഇവിടെ വന്ന കാലത്തേക്കുള്ള നമ്മുടെ ഒരു വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഈ 1-ാം നൂറ്റാണ്ടിലെ നാടകത്തിൽ കൂടി നമുക്ക് വളരെ വിശദമായിട്ട് കാണാനും അത് വായിച്ചെടുക്കാനും സാധിക്കുമെന്നത് കൊണ്ട് അല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി വേറെ നിഗമനങ്ങളെത്തുകയാണെങ്കിൽ ആവാലോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേവരെ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇവിടെ ഒരു ഭാരതീയ ഭാഷകളിലുള്ള കുർബാനയാണ് നിലവിൽ നിന്നത്. ഭാരതീയ ആചാരങ്ങളാണ് ഈ കുർബാനയിൽ അനുഷ്ഠിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാട്ടിത്തരുന്ന ഈ പേപ്പിറസ് കൂടുതൽ പഠന വിധേയമാക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സെമിനാരികളിൽ, നമ്മുടെ കാറ്റക്കിസം ക്ലാസ്സുകളിൽ എന്ന ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ നാട്ടിൽ സുറിയാനി കുർബാനയും ആചാരങ്ങളും വരുന്നത് മിക്കവാറും 4-ാം നൂറ്റാണ്ടിലാണ്. 345-ലാണ് കാനാത്തൊമ്മനും അദ്ദേഹത്തിൻ്റെ കൂടെ വൈദികരും ഒരു ബിഷപ്പും ഒക്കെ വന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ സുറിയാനി രീതികൾ സ്വീകരിച്ചത് എന്നാണ് കരുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പുള്ള 3 നൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ രീതികൾ ഈ പാപ്പിറസിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ സുറിയാനി ഭാഷ ഇല്ലായിരുന്നു എന്നല്ല പറഞ്ഞത്, ഇവിടെ കേരളത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അവിടെ സിറിയൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതല്ലല്ലോ. ഇവിടെ ഈ സുറിയാനി ഭാഷയും സുറിയാനി രീതികളും നടപ്പിലാകുന്നത് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണെങ്കിൽ ഇത് 1-ാം നൂറ്റാണ്ടിലുള്ളതാണ് ഈ പാപ്പിറസ്. അത് വെളിവാക്കുന്നത് ഇവിടെ കേരളീയവും ഭാരതീയവുമായ ഭാഷയും അനുഷ്ഠാന രീതികളുമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ആ അർത്ഥത്തിൽ വളരെ വിലപ്പെട്ട ഒരു രേഖയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ കുർബാനയിൽ 57% വാക്ക് സംസ്കൃതമാണ്. അപ്പോൾ അത് കാരണം അതിനൊരു സാധ്യത നസ്രാണികൾ പലപ്പോഴും പറയുന്നത് ആദ്യത്തെ ഞങ്ങളുടെ ഈ മാർഗം സ്വീകരിച്ചവരിൽ വലിയ വിഭാഗം നമ്പൂതിരിമാരായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സംസ്കൃതത്തിന് ഈ ആരാധനക്രമത്തിൽ ലഭിച്ച പ്രാധാന്യം വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്പൂതിരിമാരവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കൂടി ഒരു തെളിവാണ് ഈ പാപ്പിറസ്. ആണെങ്കിൽ വെളുത്താട്ട് കേശവൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ നമ്പൂതിരി ഗ്രാമങ്ങളൊക്കെ നിലവിൽ വന്നതെന്നാണ്.
MGS ചിലപ്പോൾ പറയുന്നത് 9-ാം നൂറ്റാണ്ടിലാണ് നമ്പൂതിരിമാരിവിടെ ആധിപത്യം നേടിയെന്നാണ്. ആധിപത്യം നേടിയത് കുറെ കഴിഞ്ഞിട്ടാവാം, പക്ഷേ നമ്പൂതിരിമാരുടെ ഗ്രൂപ്പ്സ് ഇവിടെ പലയിടത്തും ഉണ്ടായിരുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാ മുഴുവനും നമ്പൂരിമയമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ അവരുടെ ആധിപത്യം അന്നുണ്ടായിരുന്നു, അതല്ല. പക്ഷെ ഗ്രൂപ്പ്സ് ഓഫ് നമ്പൂതിരീസ്, നമ്പൂതിരി ബ്രാഹ്മിൻസ് ഓർ മലയാളി ബ്രാഹ്മിൻസ് വേർ ഹിയർ ഇൻ കേരള ഈവൺ ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി. അതിപ്പോൾ സംഘസാഹിത്യത്തിൽ ബ്രാഹ്മണരായ കവികളുണ്ട്. സംഘസാഹിത്യം എന്ന് പറയുന്നത് BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെയാണ്. അതിൽ ബ്രാഹ്മണരായ കവികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്ര അതിശയിക്കാനൊന്നുമില്ല. പക്ഷെ അവർക്കിവിടെ ആധിപത്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവർ ഒന്നിച്ച് താമസിച്ചിരുന്നു. അങ്ങനെ ഒരു സ്ഥലമാണ് പാലയൂർ എന്നാണ് പറയുന്നത്. അങ്ങനെ പാലയൂരിൽ ഈ തോമാശ്ലീഹ തൂമ എന്നാണ് ഇതിൽ പറയുന്നത്, തൂമ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ പേപ്പറസിൽ, ഈ കുർബാനയിൽ അപ്പസ്തോലന്മാരിൽ ഒരൊറ്റ ആളുടെ പേര് മാത്രമേ പറയണുള്ളൂ, അത് തോമയുടെയാണ്. പത്രോസ് പൗലോസൊന്നും അതിലില്ല. തോമ മാത്രമാണ് ഈ പേപ്പറസിൽ പറയപ്പെട്ടിട്ടുള്ളത്. പിന്നെ മാർത്ത മറിയം, അതായത് മേരി മദർ ഓഫ് ഗോഡ്, ഇത്രയേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോഴും മേരിയോടുള്ള ബഹുമാനവും ഭക്തിയുമൊക്കെ സഭയിൽ നിലനിൽക്കുന്നു. തോമയോടുള്ള ആദരവും ഒക്കെ നിലനിൽക്കുന്നു എന്ന് മാത്രവുമല്ല, ഈ ക്രിസ്ത്യാനികളുടെ ഈ ഇതിന് കർമ്മ എന്നാണ് അതിൽ പറയുന്നത്, കർമ്മം. ആ വാക്കാണ് ഇന്നും നമ്മൾ കർമ്മം, പള്ളിയിലെ കർമ്മങ്ങൾ നടത്തുന്ന ആൾ എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ 2000 കൊല്ലമായിട്ട് ഈ വാക്കുകളൊക്കെ തുടർച്ചയായിട്ട് ഈ മണ്ണിൽ നിലനിന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ രേഖാമൂലമായ ഡോക്യുമെൻ്ററി എവിഡൻസാണ് ഈ ഓക്സിറങ്കസ് 413 പാപ്പറസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.